In today's class, we are going to discuss about CART algorithm. Okay, CART algorithm എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ട്രീസ് ആണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ട്രീ മെത്തഡോളജിനെയാണ് നമ്മൾ CART algorithm എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ CART algorithm എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിനെ നമ്മൾ ഡിസിഷൻ ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ഓർഡർ ടു കൺസ്ട്രക്ട് എ ഡിസിഷൻ ട്രീ ബേസ്ഡ് ഓൺ ദിസ് CART algorithm. ഓക്കെ, അപ്പോൾ ഈ CART algorithm എന്ന് പറയുന്നത് ബൈനറി ഡിസിഷൻ ട്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ടു ക്ലാസ് അല്ലെങ്കിൽ ബൈനറി ക്ലാസ്, ഒരു ബൈനറി ലെഫ്റ്റ് നോഡ് റൈറ്റ് നോഡ് എന്നുള്ള രീതിയിൽ രണ്ട് നോഡുകളെ മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഒരു പാരൻറ്റ് നോഡിൽ നിന്ന്. ഓക്കെ, അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ബൈ സ്പ്ലിറ്റിംഗ് എ നോഡ് ഇൻ ടു ചൈൽഡ് നോഡ്സ് റിപ്പീറ്റഡ്ലി, അല്ലേ? റിക്കേഴ്സീവ്ലി നമ്മൾ എന്താണ് രണ്ട് ചൈൽഡ് നോഡുകളായിട്ട് ഒരു നോഡിനെ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ലെഫ്റ്റ് നോഡിനെ വീണ്ടും ചൈൽഡ് നോഡുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മെത്തേഡാണ് നമ്മൾ ഈ CART algorithm ഫോളോ ചെയ്യുന്നത്. CART മീൻസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ട്രീ, അല്ലേ? നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ ട്രീനെ കുറിച്ച് പറഞ്ഞു, പിന്നെ റിഗ്രഷൻ ട്രീ എന്താണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ അതിൻ്റെ ഒരു കോംബോ എന്നുള്ള രീതിയിലാണ് CART algorithm പഠിക്കാൻ പോകുന്നത്. ബിഗിനിങ് വിത്ത് ദ റൂട്ട് നോഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ വോൾ ലേണിംഗ് എക്സാമ്പിൾ. അപ്പോൾ റൂട്ട് നോഡിൽ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ദ മെയിൻ എലമെൻറ്റ്സ് CART algorithm നമ്മൾ ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് rules for splitting data at a node based on the value of one variable. നമ്മൾ എടുക്കുന്ന ഒരു വേരിയബിളിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഏത് കണ്ടീഷനിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, റൂൾസ് ഫോർ സ്പ്ലിറ്റിംഗ് ഡാറ്റ. അപ്പം എന്ത് വാല്യൂ ആണോ നമുക്ക് ആ ഡാറ്റാ സെറ്റിൽ തന്നിരിക്കുന്ന വാല്യൂവിനനുസരിച്ച്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ തന്നിരിക്കുന്ന ഒരു ഡാറ്റാ സെറ്റാണ്, ആ ഡാറ്റാ സെറ്റിൻ്റെ CART algorithm വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ അനുസരിച്ച് അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂവിൻ്റെ ബേസിസിലാണ് നമ്മൾ റൂൾസ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോപ്പിംഗ് റൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവല്ലേ, നമ്മളിങ്ങനെ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു നോഡിനെ ഒരു കണ്ടീഷൻ്റെ ബേസിൽ ഇങ്ങനെ ലെസ് ദാൻ 6 ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഡാറ്റാ സെറ്റ് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് എവിടെ വെച്ചിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അത് ബ്രാഞ്ച് ടെർമിനലാണോ, ഇനി കൂടുതൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല, ഈ കാര്യങ്ങളും നമ്മൾ സ്റ്റോപ്പിംഗ് റൂൾസും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 2 എലമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള റൂള്, രണ്ടാമത്തത് എവിടെ വെച്ച് ആ സ്പ്ലിറ്റിംഗ് നിർത്തണം എന്നുള്ള സ്റ്റോപ്പിംഗ് റൂൾസ്. ഓക്കെ, പ്രഡിക്ഷൻ ഫോർ ദ ടാർഗറ്റ് വേരിയബിൾ ഇൻ ഈച്ച് ടെർമിനൽ നോഡ്. ടാർഗറ്റ് വേരിയബിൾ ഓരോ നോഡിലും എത്തുമ്പം ടാർഗറ്റ് വേരിയബിൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് CART algorithm പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഒന്ന്, റൂള് എന്തിൻ്റെ ബേസിസിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ആ സ്പ്ലിറ്റിംഗ് നമുക്ക് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ആൻഡ് ഓൾസോ ടാർഗറ്റ് വേരിയബിളിൻ്റെ ഒരു പ്രഡിക്ഷൻ. ഈ CART എന്ന് പറയുന്നത് ഒരു ബൈനറിയാണ്, അല്ലെങ്കിൽ ഒരു ബൈനറി ഡിസിഷൻ ട്രീ ആണ്. ബൈനറി റിക്കേഴ്സീവ് പാർട്ടീഷൻ ആണ്. അതായത് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ നോഡിനെ വീണ്ടും ചെയ്യുന്നു, ലെഫ്റ്റ് നോഡ് കിട്ടുമ്പോൾ ആ ലെഫ്റ്റ് ചൈൽഡിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും അടുത്ത നോഡിനെ, അതായത് എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, നമ്മളെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ഫർദർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇനി ഫർദർ സ്പ്ലിറ്റിംഗ് നടക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നോഡ് എത്തുമ്പോഴാണ് നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുവരെ നമ്മളത് റിക്കേഴ്സീവ്ലി സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ബൈനറി റിക്കേഴ്സീവ് പാർട്ടീഷനിങ്. ഓക്കെ, അതായത് ഡാറ്റ ഇസ് സ്പ്ലിറ്റ് ഇൻ ടു തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ 2 പാർട്ടീഷൻസ് ആക്കുന്നു. ഈ പാർട്ടീഷൻസിനെ നമുക്ക് സബ് പാർട്ടീഷൻസ് ആക്കാം. അതുകൊണ്ടാണ് അതിനെ റിക്കേഴ്സീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് CART tree ഈസ് ജനറേറ്റഡ് ബൈ റിപ്പീറ്റഡ് പാർട്ടീഷനിങ് ഓഫ് ദി ഡാറ്റാ സെറ്റ്. തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിനെ വീണ്ടും പാർട്ടീഷനിങ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ട്രീ ആണ് CART tree എന്ന് പറയുന്നത്. അപ്പോൾ പാരൻസിന് 2 ചിൽഡ്രൻ ഉണ്ടായിരിക്കും, ഓരോ ചൈൽഡിനും 2 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടായിരിക്കും, ആൻഡ് ഓൾസോ അതേപോലെ 4 ഗ്രാൻഡ് ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ 8 ഗ്രാൻഡ് ചിൽഡ്രൻ വേറെ ഉണ്ടായിരിക്കും. ആ രീതിയിലുള്ള ഒരു പാർട്ടീഷനിങ് ആണ് CARTൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, CARTൻ്റെ കീ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയിലെ ഒരു വേരിയബിൾ എടുക്കുക, അതിൻ്റെ x=t ആണെങ്കിൽ സെലക്ട് ദ വേരിയബിൾ ഓർ വാല്യൂ. x=t എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ജനറൽ ആയിട്ട് പറയാണ്, ദാറ്റ് പ്രൊഡ്യൂസസ് ദ ഗ്രേറ്റസ്റ്റ് സെപ്പറേഷൻ ഇൻ ദി ടാർഗറ്റ്.
ഓക്കെ, ടാർഗറ്റ് വാല്യൂവിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സെപ്പറേഷൻ തരുന്നത് ആരാണോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുക. എക്സ് ഈക്വൽ ടു T1 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് സെപ്പറേഷൻ ആ ഒരു വാല്യൂവിൽ y ഈക്വൽ ടു x1 x2 y എന്ന് പറയുന്നതാണെങ്കിൽ ആ ഗ്രേറ്റസ്റ്റ് സെപ്പറേഷൻ ടാർഗറ്റിൽ തരുന്നത് ആരെയാണോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും, ഈ T1 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇഫ് എക്സ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ T1 ആണെങ്കിൽ നമുക്കതിനെ ആ ഡാറ്റിനെ ലെഫ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറ്റി നിർത്താം. ഗ്രേറ്റർ ദാൻ T1 ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഡാറ്റിനെ നമുക്ക് റൈറ്റ് ചൈൽഡിലേക്ക് എന്താ ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ രണ്ട് നോഡിനെ കെട്ടിയിരിക്കുന്ന ഈ ലെഫ്റ്റ് നോഡിനെയും റൈറ്റ് നോഡിനെയും ബേസ്ഡ് ഓൺ ദി വാല്യൂ എക്സ് ഈക്വൽ ടു T1 എന്ന് പറയുന്ന ബേസിസിലുള്ള വാല്യൂ അനുസരിച്ച് ലെഫ്റ്റ് നോഡിലേക്കും റൈറ്റ് നോഡിലേക്കും നമ്മൾ എന്താക്കി ഡിവൈഡ് ചെയ്തിട്ടു. എന്നിട്ട് ഈ ലെഫ്റ്റിനെയും റൈറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഓക്കെ, ദെൻ നൗ റിപ്പീറ്റ് സം പ്രോസസ് ഓൺ ദീസ് ടു നോഡ്സ്, യു ഗെറ്റ് എ ട്രീ. ഓക്കെ, അതിനെയാണ് നമ്മൾ കാർട്ട് ട്രീ എന്ന് പറയുന്നത്. കാർട്ടിൽ ബൈനറി സ്പ്ലിറ്റ്സ് മാത്രമേ പറ്റത്തുള്ളൂ. കീ കാർട്ട് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് ഫീൽഡ് സെലക്ഷൻ ഹാൻഡിൽസ് എനി നമ്പർ ഓഫ് ഫീൽഡ്സ്. അപ്പം കാർട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെലക്ട്സ് റെലവൻറ്റ് ഫീൽഡ്. ഓക്കെ, എത്ര ഫീൽഡുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എത്ര നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ് എത്ര വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർട്ട് അൽഗോരിതം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എനി കൈൻഡ് ഓഫ് വേരിയബിൾ ട്രാൻസ്ഫോം, ഏത് രീതിയിലുള്ള വേരിയബിൾ ട്രാൻസ്ഫോംസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പ്രീ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല. ഇംപേർവിയസ് ടു ഔട്ട്ലയേഴ്സ് ആൻഡ് ഓൾസോ മിസ്സിംഗ് വാല്യൂ ടോളറൻറ്റ്, മോഡറേറ്റ് ലോസ് ഓഫ് അക്യുറസി ഡ്യൂ ടു മിസ്സിംഗ് വാല്യൂസ്. അപ്പം ഏതൊക്കെ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും കീ കാർട്ട് ഫീച്ചേഴ്സ് ഇതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ കാർട്ടിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഓട്ടോമാറ്റഡ് ഫീൽഡ് സെലക്ഷൻ, നോ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് ആൻഡ് മിസ്സിംഗ് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ടോളറൻറ്റ് ചെയ്യാൻ പറ്റും. And key parts of the tree structured data analysis. ആൻഡ് ഓൾസോ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊരു ട്രീ ജനറേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ട്രീ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ട്രീ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂൾസ് വേണം ട്രീനെ ജനറേറ്റ് ചെയ്യാൻ. പിന്നെ സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ വേണം. എവിടെ വെച്ചിട്ട് നമ്മൾ എത്രത്തോളം സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പം എവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ട്രീനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഇൻ ഫർദർ നമ്മളത് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ നിന്ന്. പിന്നെ മിസ്സിംഗ് വാല്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസിങ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെച്ചിട്ട് മിസ്സിംഗ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ട്രീ ഗ്രോവിങ്ങിൽ ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഒന്ന് സ്പ്ലിറ്റിംഗ് റൂള്, ഒന്ന് എവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, ആൻഡ് ഓൾസോ മിസ്സിംഗ് വാല്യൂസ് ടോളറേറ്റ് ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞു അല്ലേ. മോഡറേറ്റ് ലോസ് ഓഫ് അക്യൂറസി ഡ്യൂ ടു മിസ്സിംഗ് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അക്യൂറസി എന്ന് പറഞ്ഞാൽ അധികം രീതിയിലൊന്നും നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും കാർട്ടിനെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ കാർട്ട് അൽഗോരിതം ക്യാൻ ടോളറേറ്റ് ഓൾ ദീസ് മിസ്സിംഗ് വാല്യൂസ്. സോ മിസ്സിംഗ് വാല്യൂസ് എങ്ങനെ ടോളറേറ്റ് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെച്ചിട്ടൊക്കെയാണ് ടോളറേറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രീ പ്രൂണിങ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ട്രീ പ്രൂണിങ് എന്ന് പറയുന്നത് ട്രിമ്മിങ് ഓഫ് പാർട്സ് ഓഫ് ദി ട്രീ ദാറ്റ് ഡോണ്ട് വർക്ക്. ഓക്കെ, നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാത്ത പാർട്ടുണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്ത് കളയാം. ഓർഡറിങ് ദി നോട്ട്സ് ഓഫ് ലാർജ് ട്രീ by contribution to tree accuracy, which nodes comes off first. Ordering the nodes of a large tree by contribution to tree accuracy. ഓക്കെ, ട്രീൻ്റെ അക്യുറസി അനുസരിച്ച് നമ്മൾ ആ എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്സിനെ ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രീ പ്രൂണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കട്ട് ചെയ്ത് വിടുകയാണ്, ആവശ്യമില്ലാത്തതിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഓർഡറിങ് ദ നോട്ട്സ് ഓഫ് എ ലാർജ് ട്രീ, അപ്പം ഈ തന്നിരിക്കുന്ന അപ്പം എത്രയും വലിയ ഒരു ഡാറ്റാ സെറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രീ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ട്രീനെ എന്താവും നമുക്കിങ്ങനെ ഓർഡറിങ് ചെയ്യാൻ പറ്റും, ഏത് നോഡ് ആദ്യം വരണം എന്നുള്ള രീതിയിൽ നമുക്ക് അത് ട്രീ പ്രൂണിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഒപ്റ്റിമൽ ട്രീ സെലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബെസ്റ്റ് ട്രീ ആഫ്റ്റർ ഗ്രോവിങ് ആൻഡ് പ്രൂണിങ് അല്ലേ. ഗ്രോവിങ്ങിന് ശേഷം നമ്മൾ ട്രിമ്മ് ചെയ്തതിന് ശേഷം അവസാനം ഗ്രോ ചെയ്തതിന് ശേഷം സെപ്പറേറ്റിംഗ് റൂൾ വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ട്രീയും ട്രീ പ്രൂണിങ്ങിനും ശേഷം നമ്മൾ ഏത് ബെസ്റ്റ് ട്രീ ആഫ്റ്റർ ഗ്രോയിങ്ങും പ്രൂണിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ട്രീനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്ലിറ്റിംഗ് എഗെയിൻസ്റ്റ് ബാലൻസിങ്
സിംപ്ലിസിറ്റി എഗെയിൻസ്റ്റ് അക്യുറസി. സോ ആ രീതിയിലുള്ള ഒരു ഒപ്റ്റിമൽ ട്രീനെ നമുക്ക് ഗ്രോവിങ്ങിന് ശേഷം പ്രൂണിങ്ങിന് ശേഷം കിട്ടും. അതിൻ്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത് വാല്യൂസിൻ്റെ ബാലൻസിങ് ആൻഡ് ഓൾസോ ലീഫ് നോട്ട്സിൻ്റെ എങ്ങനെയൊക്കെയാണ് ലീഫ് നോട്ട്സ് ബാലൻസ്ഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഹൈറ്റ് വെച്ചിട്ട് ബാലൻസ്ഡ് ആയിട്ടാണോ ആ ട്രീയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഒപ്റ്റിമൽ ട്രീനെ നമുക്ക് ഒരു കാർട്ടിന് ശേഷം സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അൽഗോറിതം സ്റ്റെപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ ട്രീ ബിൽഡിംഗ് അൽഗോറിതം ഇൻവോൾവ്സ് എ ഫ്യൂ സിമ്പിൾ സ്റ്റെപ്സ്. ഒന്ന്, ലേബിൾഡ് ഇൻപുട്ട് ഡാറ്റ എടുക്കുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ് വേരിയബിൾ ആൻഡ് എ ലിസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. വിത്ത് എ ടാർഗറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും ആൻഡ് എ ലിസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ബെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ബെസ്റ്റ് സ്പ്ലിറ്റ് ഫോർ ഈച്ച് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഫൈൻഡ് ബെസ്റ്റ് സ്പ്ലിറ്റ് ഫോർ ഈച്ച് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. തന്നിരിക്കുന്ന ഓരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് ബെസ്റ്റ് സ്പ്ലിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായത് നമ്മളതിനെ ഫ്രം എന്താ പറയുക, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ എടുക്കുക, അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള സ്പ്ലിറ്റിങ്ങിനെ സെലക്ട് ചെയ്യുക. അതാണ് ബെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അപ്പം ഏറ്റവും നല്ല ഒരു വേരിയബിൾ x1 ആണോ x2 ആണോ ബെസ്റ്റ് വേരിയബിൾ ഫോർ ദി സ്പ്ലിറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബെസ്റ്റ് വേരിയബിൾ എടുക്കുക. സ്പ്ലിറ്റ് ദി ഇൻപുട്ട് ഡാറ്റ ഇൻ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോഡ്സ്. അതിനുശേഷം ആ ഇൻപുട്ട് ഡാറ്റ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ലെഫ്റ്റ് നോഡും റൈറ്റ് നോഡും ആക്കുന്നു. അതേപോലെ എന്താണ് സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ലേബിൾഡ് ഡാറ്റ എടുക്കണം, സ്പ്ലിറ്റ് ചെയ്യണം, വീണ്ടും എടുക്കണം, സ്പ്ലിറ്റ് ചെയ്യണം. അതപ്പം ഓരോ ടേബിളുകൾക്കും സബ് ടേബിളുകൾക്കും നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു, അടുത്ത സബ് ടേബിളുകൾക്കും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഡിസിഷൻ ട്രീ പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്സ് ടു പ്രൂൺ ഡിസിഷൻ ട്രീ ആൻഡ് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത ഈ നോഡുകളെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ട്രിമ്മിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിസിഷൻ ട്രീ പ്രൂണിങ്ങിലുള്ളത്. ഓക്കെ, ദെൻ അതായത് ഒരു ട്രീ എന്ന് പറയുന്ന റൂട്ട് നോഡിൽ നിന്നാണ് റിപ്പീറ്റഡ്ലി നമ്മൾ ആ ഒരു എന്താണ് ബെസ്റ്റ് സ്പ്ലിറ്റ് വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ആ നോഡുകളെ അല്ലെങ്കിൽ ഡാറ്റ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ട്രീ എന്താ പറയുന്നത് ഡിസിഷൻ ട്രീ ഗ്രോയിങ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഫോർ ഈച്ച് പ്രെഡിക്റ്റേഴ്സ് ബെസ്റ്റ് സ്പ്ലിറ്റ്. അപ്പോൾ ബെസ്റ്റ് സ്പ്ലിറ്റ് ആരാ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആൻഡ് ഓർഡിനൽ പ്രഡിക്റ്ററാണ്. ഓരോ കണ്ടിന്യൂസ് ആൻഡ് ഓർഡിനൽ പ്രഡിക്റ്റർ ആണെങ്കിൽ, അതായത് കണ്ടിന്യൂസ് വാല്യൂസ് ആണ് അല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ് വെച്ചിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രഡിക്റ്റർ ആണെന്നുണ്ടെങ്കിൽ, അപ്പം അതിനാദ്യം എന്ത് ചെയ്യണം, ഫ്രം സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓർഡർ ചെയ്യണം. ഓക്കെ, സോർട്ട് ചെയ്ത് വെക്കണം. സോർട്ട് ഇറ്റ് വാല്യൂസ് ഫ്രം സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗോ ത്രൂ ഈച്ച് വാല്യൂ ഫ്രം ടോപ്പ് ടു എക്സാമിൻ ഈച്ച് കാൻഡിഡേറ്റ് സ്പ്ലിറ്റ് പോയിന്റ്. അതായത് വി എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ വാല്യൂവിനെയും പോയി എക്സാമിൻ ചെയ്യാണ്. ദ ഗേസ് ഗോസ് ടു ദി ലെഫ്റ്റ് ചൈൽഡ് നോഡ്, അതർവൈസ് ഗോസ് ടു ദി റൈറ്റ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. ഓക്കെ, അതായത് നമ്മൾ ആദ്യം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എന്താണ്, ഗോ ത്രൂ ഈച്ച് വാല്യൂ ഫ്രം ടോപ്പ് ടു എക്സാമിൻ ഈച്ച് കാൻഡിഡേറ്റ് സ്പ്ലിറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ആ ടോപ്പിൽ നിന്ന് എവിടെ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്പ്ലിറ്റ് പോയിന്റ് എത്തുന്നത് വരെ നമ്മൾ ആ വാല്യൂ വെച്ചിട്ട്, ഇഫ് എക്സ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിൻ്റെ ഒരു മിഡിൽ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അത് നോക്കുക, ആ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എവിടെയാണ്, ഏതാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത് റൈറ്റിലേക്ക് പോകുന്നത് നോക്കുക. ഓക്കെ, ആൻഡ് ദി ബെസ്റ്റ് സ്പ്ലിറ്റ് പോയിന്റ് ഈസ് ദി വൺ ദാറ്റ് മാക്സിമൈസ് ദി സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയൻ ദി മോസ്റ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ബെസ്റ്റ് സ്പ്ലിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയൻ കൂട്ടുന്നതാണ്. ദാറ്റ് മാക്സിമൈസ് ദി സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയൻ ദി മോസ്റ്റ് വെൻ ദി നോഡ് ഈസ് സ്പ്ലിറ്റ് അക്കോർഡിംഗ് ടു ഇറ്റ്. ഓക്കെ, ദെൻ ഫോർ ഈച്ച് നോർമൽ പ്രഡിക്റ്റർ, അതായത് നമ്മളിപ്പം കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ഓർഡിനൽ പ്രഡിക്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒരു നോമിനൽ അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ആയിട്ടുള്ള എക്സാമിൻ ഈച്ച് പോസിബിൾ സബ്സെറ്റ് ഓഫ് കാറ്റഗറീസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കണ്ടിന്യൂസ് വാല്യൂസ് എക്സിൻ്റെ വാല്യൂ x1 2 x2 3 വൈൻ്റെ വാല്യൂ 1.5 എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് ഓർഡിനൽ പ്രഡിക്റ്റർ ആണെങ്കിലാണ് നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞത്. സോ ഇതൊരു നോമിനൽ പ്രഡിക്റ്റർ അല്ലെങ്കിൽ ഒരു കാറ്റഗറീസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സസ് ഉള്ള
നമ്മൾ പറഞ്ഞു കാർട്ട് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ട്രീ എന്നാണ്. സോ 2 രീതിയിൽ വരും. അപ്പം എന്താണോ തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒറ്റ അൽഗോരിതം തന്നെ, നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ വേറെ റിഗ്രഷൻ വേറെ എന്ന് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്, ഏത് രീതിയിലാണ് എന്നതിനനുസരിച്ച് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം കാറ്റഗറീസ് ആകുമ്പോൾ എങ്ങനെയാണ്, എ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന് എടുക്കുന്നു. ഇഫ് എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ ദ കേസ് ഗോസ് ടു ദി ലെഫ്റ്റ് ചൈൽഡ് നോഡ്, അതർവൈസ് ഗോസ് ടു ദി റൈറ്റ്. അപ്പം ഒരു വാല്യൂവിന് എടുക്കുന്നു, എക്സിൻ്റെ ഒരു വാല്യൂവിന് എടുക്കുന്നു, അത് ഏത് ആട്രിബ്യൂട്ടിലാണ് എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ അതിനെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡിലേക്കും ആക്കുന്നു. ഓക്കെ, ദെൻ അപ്പം അങ്ങനെ ഓരോ നോഡിൻ്റെ ബെസ്റ്റ് സ്പ്ലിറ്റ് കണ്ടുപിടിക്കുന്നു. അതായത് സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയൻ കൂട്ടുന്നതാണ് നമ്മൾ ഓരോ നോഡിലും എടുക്കുന്നത്. സ്പ്ലിറ്റ് ദി നോഡ് യൂസിങ് ഇറ്റ്സ് ബെസ്റ്റ് സ്പ്ലിറ്റ് ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 2 ഇഫ് ദ സ്റ്റോപ്പിംഗ് റൂൾസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. നമ്മൾ ഓരോരോ നോഡിലെത്തുമ്പോൾ സ്റ്റോപ്പിംഗ് റൂൾസ് സാറ്റിസ്ഫൈഡ് ആവുന്ന ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകണം അൺടിൽ വി റീച്ച് ദ സ്റ്റോപ്പിംഗ് റൂൾസ് എന്ന് പറയുന്നത് എത്തുന്നത് വരെയാണ്. അപ്പം ഒരു കാർട്ട് അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്, ഒരു കണ്ടിന്യൂസ് വാല്യൂസ് ആണെങ്കിലും ഒരു കാറ്റഗറിക്കൽ വാല്യൂ ആണെങ്കിലും എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ആൻഡ് ആൾസോ നോഡിൻ്റെ ബെസ്റ്റ് സ്പ്ലിറ്റ് കണ്ടുപിടിക്കുക. പിന്നെ സ്റ്റോപ്പിംഗ് റൂൾസ് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, കാറ്റഗറിക്കൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ വൈ കാറ്റഗറിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് 3 സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയൻ അവൈലബിൾ ആണ്. നമുക്ക് ഗിനി, ടോയിങ് ആൻഡ് ഓർഡറിങ് ടോയിങ് എന്ന് പറയുന്ന 3 ക്രൈറ്റീരിയൻ യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പം എക്സിൻ്റെ വാല്യൂസ് എക്സ് ബിലോങ്സ് ടു എ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ദ കേസ് അതർവൈസ് ഗോസ് ടു ദ റൈറ്റ്. അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂവിന് എടുക്കുന്നു, എ എന്ന് പറയുന്ന നമ്മൾ ഒരു എന്തെടുക്കുന്നു, ഒരു സബ്സെറ്റ് ഓഫ് കാറ്റഗറീസ് എടുക്കുന്നു. എക്സാമിൻ ഈച്ച് പോസിബിൾ സബ്സെറ്റ് ഓഫ് കാറ്റഗറീസ്. ആ ഒരു കാറ്റഗറീസിൻ്റെ ഓരോ സബ്സെറ്റുകളും നമ്മൾ എടുക്കുന്നു, അതിലെ വാല്യൂസ് ഏതിലേക്കാണോ പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അത് അല്ലാത്ത നമ്മളിപ്പം എന്താണ് നമ്മളിനി കാറ്റഗറിക്കൽ നമുക്കങ്ങനെ എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല. അപ്പം കാറ്റഗറിക്കൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് എന്താണ് ഏതൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ യൂസ് ചെയ്യണം. അപ്പം ഗിനി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ടോയിങ് ആൻഡ് ഓർഡേർഡ് ടോയിങ് ക്രൈറ്റീരിയൻ വി ഹാവൻറ്റ് സ്റ്റഡീഡ് ഇൻ ദിസ് സിലബസ്, നമുക്ക് പഠിച്ചിട്ടുമില്ല. സോ ഗിനി ഇൻഡെക്സ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഗിനി ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ ഗിനി വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് കണ്ടിന്യൂസ് എന്താണ് ഗിനീൻ്റെ ഇക്വേഷൻ ഗിനി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് പ്രോബ്ലം ഒന്നും ചെയ്യാൻ വരില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ കാർട്ട് അൽഗോരിതം എന്താണെന്ന് ചോദിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിയറി ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ എവിടെയാണ് ഈ ട്രീ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന ട്രീ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാം. ദ ട്രീ ബിൽഡിംഗ് പ്രോസസ് ഗോസ് ഓൺ അൺടിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കണ്ടിന്യൂ. എവിടെ വെച്ചിട്ടാണോ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തത് അവിടെ വരെ നമുക്ക് പോവാം. ആൾ ഒബ്സർവേഷൻ വിത്തിൻ ഈച്ച് നോഡ് ചൈൽഡ് നോഡ് ഹാവ് ദി ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രെഡിക്റ്റർ വേരിയബിൾസ് മേക്കിംഗ് സ്പ്ലിറ്റിംഗ് ഇമ്പോസിബിൾ. ഓക്കെ, ദെൻ എവിടെയാണോ ഇമ്പോസിബിൾ ആയിട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ദോ വി ക്യാൻ സ്റ്റോപ്പ് അവർ ബിൽഡിംഗ്. ആൻഡ് ആൻ എക്സ്റ്റേണൽ ലിമിറ്റ് ഓൺ ദി നമ്പർ ഓഫ് ലെവൽസ് ഇൻ ദി മാക്സിമം ട്രീ ഹാസ് ബീൻ സെറ്റ് ബൈ ദി യൂസർ. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് എത്ര വരെ നമുക്ക് വെറുതെ വലിയൊരു ഡാറ്റാ സെറ്റ് ആണെങ്കിൽ കൂടി വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം ആയിട്ടുള്ള ഒരു ട്രീൻ്റെ മാക്സിമം ലിമിറ്റ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് യൂസർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ലെവൽ വരെ നമുക്ക് ട്രീനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ മുന്നേ ട്രീ സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റോപ്പ് ദെയർ. ആൻഡ് എക്സ്റ്റേണൽ ലിമിറ്റ് ഓൺ ദി സൈസ് ഓഫ് ദി ടെർമിനൽ നോഡ്സ് ഇൻ മാക്സിമൽ ട്രീ ഹാസ് ബീൻ റീച്ച്ഡ്. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു ടെർമിനൽ നോഡ്സിൻ്റെ എക്സ്റ്റേണൽ ലിമിറ്റ് റീച്ച് ചെയ്താലും വി ക്യാൻ സ്റ്റോപ്പ് ട്രീ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ട്രീ ബിൽഡിംഗ് എപ്പോൾ ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. ആൻഡ് പ്രൂണിങ് നമ്മൾ പറഞ്ഞു, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് ട്രിം ഇറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ജനറേറ്റ് സക്സസീവ്ലി സ്മോൾ ട്രീസ് ബൈ പ്രൂണിങ് ലീവ്സ്. കാർട്ട് ലെറ്റ്സ് ട്രീ ഗ്രോ ടു ഫുൾ എക്സ്റ്റെൻഡ് ദെൻ പ്രൂൺസ് ഇറ്റ് ബാക്ക്. അതിൻ്റെ ഫുൾ എക്സ്റ്റെൻഡിൽ വരെ ഗ്രോ ചെയ്യാൻ കാർട്ട് കൊണ്ട് പറ്റും. ആൻഡ് ഓൾസോ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നമുക്കതിനെ ഒരു ചെറിയ ഒരു ട്രീ ആക്കിയിട്ടും ഈ കാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. Then generate successively small trees by pruning leaves.
ഓക്കെ, ട്രീനെ പ്രൂൺ ചെയ്തിട്ട് ഒരു സ്മോളർ ട്രീ ആക്കിയിട്ട് നമ്മളതിനെ ആദ്യമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത ഒരു വലിയൊരു ട്രീനെ നമ്മൾ പ്രൂൺ ചെയ്ത് എന്താക്കുന്നു, ഒരു സ്മോളർ ട്രീയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തും. ഓരോ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും മൾട്ടിപ്പിൾ ട്രീസ് ആർ പോസിബിൾ അല്ലേ. അറ്റ് ഈച്ച് പ്രൂണിങ് സ്റ്റേജ് മൾട്ടിപ്പിൾ ട്രീസ് ആർ പോസിബിൾ. യൂസ് കോസ്റ്റ് കോംപ്ലക്സിറ്റി to choose the best tree at that stage. And features of cart: root node ഉണ്ട്, parent node, child node, terminal node. എന്താണ് നമ്മൾ ബൈനറി സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നോഡ് ഉണ്ടായിരിക്കും, 2 സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഓരോ സ്പ്ലിറ്റും വേരിയബിളിനനുസരിച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ റിക്കേഴ്സീവ് ആണ്. ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഫീച്ചേഴ്സ് ഓഫ് കാർട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.